ജയ് ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും എൻ്റെ പ്രണാമം. ഭക്തർക്കും എൻ്റെ പ്രണാമം. ഹരേ കൃഷ്ണ. ഞാനിവിടെ വൈഷ്ണവ ഗീതങ്ങൾ എന്ന ബുക്കിൽ പ്രഭുജി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഗ്രഹവും ഒരു കൃഷ്ണാവബോധം എന്ന ഭാഗമാണ്. കൃഷ്ണ ഭക്തരോടൊപ്പം ക്ഷേത്രങ്ങളിൽ വസിക്കുമ്പോൾ കൂടുതൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാൻ ഭക്തർക്ക് സാധിക്കുന്നു. അതേപോലെ ഉറച്ച മനസ്സോടുകൂടിയവരാണെങ്കിൽ കൃഷ്ണാബോധ തത്വം വീട്ടിലും പിന്തുടർന്ന് ഗൃഹത്തെ നമുക്ക് ഒരു ക്ഷേത്രമാക്കി മാറ്റുവാനും സാധിക്കും. ഭൗതിക പ്രവൃത്തികൾ നമ്മുടെ നന്മയ്ക്കും ആഗ്രഹത്തിനും നിർവഹിക്കുന്നതാണെങ്കിൽ ആത്മീയ പ്രവൃത്തികൾ കൃഷ്ണനു വേണ്ടി ശാസ്ത്രങ്ങളുടെയും ഗുരുവിൻ്റെയും മാർഗനിർദ്ദേശം അനുസരിച്ച് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഗുരുവിൻ്റെയും ശാസ്ത്രങ്ങളെയും സ്വീകരിക്കുക എന്നതാണ് ഒരു ഉത്തമ ശിഷ്യൻ ചെയ്യേണ്ടത്. ഈ ശാസനകളെ അനുസരിക്കാത്ത ഒരുവന് സുഖമോ പരമോന്നത ലക്ഷ്യസ്ഥാനമായ ഭഗവത് സന്നിധി പ്രാപിക്കാനോ സാധ്യമല്ല എന്ന് ഭൗതികഗീതയിൽ കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു. വിശ്വസനായ ഒരു ആത്മീയ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ ഉൾക്കൊള്ളണം. ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് തുടങ്ങുന്ന ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെടുന്ന ആധികാരികമായ ഒരു ആത്മീയ ഗുരുവിനെ പിന്തുടരുക വഴി മാത്രമേ ആത്മീയ പുരോഗതി സാധ്യമാകുള്ളൂ. നമ്മെ ഈശ്വരനുമായി കൂടുതൽ ബന്ധിപ്പിക്കുക എന്നതാണ് ആത്മീയ ജ്ഞാനം. ആത്മീയ ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. 18:55 ഭക്തിമാം അഭിജാനാതി. ഭക്തിയുത സേവനം വഴി മാത്രമേ എന്നെ മനസ്സിലാക്കാൻ കഴിയൂ. ആത്മീയ ജ്ഞാനം നമ്മെ ശരിയായ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. ഈ ജ്ഞാനം ഭഗവാനെ സംപ്രീതനാക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും നയിക്കുന്നത് ആത്മീയ ജ്ഞാനമാണ്. അതിനാൽ നാം നമ്മുടെ ഗൃഹത്തെ ഭഗവാന്റെ ശിക്ഷണങ്ങളെ പരമാവധി പിന്തുടരാൻ സാധിക്കും വിധം സജ്ജമാക്കണം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ.